സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ നല്ല അടിപൊളി പൊട്ടറ്റോ ബോണ്ട എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറയാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കടലമാവും അരിപ്പൊടിയും ഒക്കെ മതി. പക്ഷേ ആ ബാറ്ററിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ അരിപ്പൊടി കടലമാവും മിക്സ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ചെറിയ ചെറിയ സീക്രട്സ് ആണ്, അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു 20 മിനിറ്റ് മതി. ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് കിട്ടുകയല്ലേ നമുക്ക്. ഞങ്ങളൊരു 20 മിനിറ്റ് കൊണ്ട് അങ്ങ് വരുവേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് ആ 20 മിനിറ്റ് മതി നല്ല അടിപൊളി പൊട്ടറ്റോ ബോണ്ടായും ചായ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് കണ്ടു നോക്ക് വീഡിയോയെ. നമ്മുടെ പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3/4 കിലോ കിഴങ്ങ് എടുത്തിട്ട് പ്രഷർ കുക്കറിലിട്ട് ഒരു 3 വിസിലടിപ്പിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എന്നിട്ട് അത് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3/4 കിലോ പൊട്ടറ്റോയ്ക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കിലോ സവോളയാണ്. 1/4 കിലോ സവോള എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം ഒരു 2-3 സവോള വരും കേട്ടോ. 2-3 സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്ത് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ കായം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കടലമാവും അരിപ്പൊടിയും ചേർത്താണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പം ഏകദേശം 1 കപ്പ് കടലമാവ് എടുക്കുവാണെങ്കിൽ നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. മറക്കരുത്, 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് അരിപ്പൊടി, അതാണ് കണക്ക്. ബാറ്റർ ഉണ്ടാക്കുന്നതിന് ഈ കടലമാവും അരിപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ. പൊട്ടറ്റോ ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാവേ. അപ്പം 1 കപ്പ് കടലമാവ് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേണ്ട അതിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊടിക്ക് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാവേ. കുറേശ്ശെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് തിക്ക് ബാറ്റർ ആക്കി എടുക്കാവേ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലതായിട്ട് കിട്ടുവേ. ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ല ഒരു ദോശമാവ് ഇഡലിമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണേ. കടുക് ഇട്ട് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇഞ്ചി, പച്ചമുളക് 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇഞ്ചിയുടെ ഒരു മൂത്ത മണം വരുമ്പോഴത്തേക്കിനും നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ. മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു പോയിരുന്നേ. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക കേട്ടോ. ഇളക്കി കൊടുക്കാം. വെള്ളം വലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതായത് നമുക്ക് ഇനി ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആകണം. അപ്പം ഒരു തുള്ളി പോലും വെള്ളം കാണരുത് കേട്ടോ. അതുവരെ ഇത് ശരിക്കും വെള്ളം വലിയുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. നമുക്കിനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടി വെക്കാം കേട്ടോ. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഓരോ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾ എടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ ഉരുള എടുത്ത് ഇത് കണ്ടോ, ബാറ്റർ നല്ല തിക്കാണ്. ബാറ്ററിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് കണ്ടോ ആയി വരുന്നുണ്ടേ. അപ്പം നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ വറുത്തെടുക്കണേ. ഇതേടെ നമ്മുടെ പൊട്ടറ്റോ വടയും
വേണ്ടേ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ബോണ്ട ആലു ബോണ്ട റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഉള്ളത് ഇച്ചിരി തേങ്ങാ ചട്നിയാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതേ കണ്ടോ, ഒരെണ്ണം ഞാൻ ജസ്റ്റ് നടുവേ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ് കാണാനായിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല സൂപ്പർ പൊട്ടറ്റോ ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. എളുപ്പമല്ലേ, ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ പൊട്ടറ്റോ ബോണ്ടയുടെ കൂടെ നമുക്ക് സോസ്, ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ പോകും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മിൻ ചട്നി നല്ലതാണ്, തേങ്ങാ ചമ്മന്തി നല്ലതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണോ, പിന്നെ നമ്മുടെ ഈ മുളക് ചമ്മന്തിയില്ലേ, മുളക് ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ വീട്ടിൽ എന്താണോ സാധാരണ ആൾക്കാർക്ക് കഴിക്കാൻ ഇഷ്ടം, ആ രീതിയിലുള്ള ഒരു ചട്നി ഉണ്ടാക്കി ഇത് ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് പ്ലേറ്റ് ചെയ്തൊന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിള്ളേരിലൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പം അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.